ഡി എൻ എനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ സ്റ്റെപ്പാണ് റീകോംബിനന്റ് DNA ടെക്നോളജിയിൽ. ആ ഐസൊലേറ്റ് ചെയ്ത DNA ഒരു ലോങ് പോളിമർ ആയിരിക്കും. നമുക്കറിയാം DNA എന്ന് പറയുന്നത് വലിയ ഒരു പോളി ന്യൂക്ലിയോട്ടൈഡാണ്. സോ അത്രയും വലിയ ആ ലോങ് പോളി ന്യൂക്ലിയോട്ടൈഡ് ആയിട്ടുള്ള ആ പോളിമറിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഒരു DNA ഫ്രാഗ്മെൻറ്റിനെ, ഡിസൈഡ് ആയിട്ടുള്ള DNA ഫ്രാഗ്മെൻറ്റിനെ കിട്ടണമെങ്കിൽ നമ്മളതിനെ റെസ്ട്രിക്ഷൻ എൻസൈം വെച്ചിട്ട് കട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള DNA ഫ്രാഗ്മെൻറ്റ് കിട്ടുള്ളൂ. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. വൺസ് DNA ഐസൊലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് കട്ടിംഗ് ഓഫ് DNA അറ്റ് സ്പെസിഫിക് ലൊക്കേഷൻ. ആ DNA പെർട്ടിക്കുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ലൊക്കേഷൻസിൽ പോയി കട്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. സോ ഇൻക്യുബേറ്റിംഗ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യും ഇൻക്യുബേറ്റിംഗ് ദ പ്യൂരിഫൈഡ് DNA. നമ്മൾ നേരത്തെ ആ പിക്ചറിൽ കണ്ട ആ DNA ചിൽഡ് എത്തനോളിലിട്ട് സ്പൂൾ ഔട്ട് ചെയ്തെടുത്ത ആ പ്യൂരിഫൈഡ് DNA നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യും വിത്ത് റെസ്ട്രിക്ഷൻ എൻസൈം. റെസ്ട്രിക്ഷൻ എൻസൈമുമായിട്ട് നമ്മൾ ആ പ്യൂരിഫൈ ചെയ്തെടുത്ത DNA ഇൻക്യുബേറ്റ് ചെയ്യും. ആ പെർട്ടിക്കുലർ റെസ്ട്രിക്ഷൻ എൻസൈമിന് അറ്റ് ഒപ്റ്റിമൽ കണ്ടീഷൻ, ആ എൻസൈമിന് വേണ്ട ഒപ്റ്റിമൽ കണ്ടീഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ ആ റെസ്ട്രിക്ഷൻ എൻസൈമിനെ ഈ പറഞ്ഞ പ്യൂരിഫൈഡ് DNA കട്ട് ചെയ്യാൻ നമ്മൾ അനുവദിക്കുന്നു. അങ്ങനെ നമുക്ക് ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് DNA കിട്ടുന്നു. സോ ഇൻക്യുബേറ്റിംഗ് ദ പ്യൂരിഫൈഡ് DNA, നമ്മുടെ ആ പ്യൂരിഫൈഡ് DNA നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈമുമായിട്ട് ഇൻക്യുബേറ്റ് ചെയ്യുന്നു. ആ റെസ്ട്രിക്ഷൻ എൻസൈമിന് ഏത് ഒപ്റ്റിമം കണ്ടീഷൻസിലാണ് അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യാനോ ഡൈജസ്റ്റ് ചെയ്യാനോ പറ്റുക, അതുപോലത്തെ ഒരു ഒപ്റ്റിമം കണ്ടീഷനായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ DNA ഫ്രാഗ്മെൻറ്റുകൾ കിട്ടിക്കഴിഞ്ഞാലത്തെ സ്റ്റെപ്പ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. അതൊന്നുകൂടി പറയുന്നു. അങ്ങനെ കിട്ടിയ ആ ഫ്രാഗ്മെൻറ്റുകളെ നമ്മൾ അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിലൂടെ റൺ ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു അഗാരോസ് ജെല്ലിലൂടെ നമ്മൾ ഈ പറഞ്ഞ DNA റൺ ചെയ്യുന്നു. സോ DNA നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. സോ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയുള്ള ആനോഡിലേക്ക് ഇലക്ട്രിക് ഫീൽഡിലൂടെ അത് റൺ ചെയ്യുന്നു. സോ അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെസ്ട്രിക്ഷൻ എൻസൈം ഡൈജസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. സോ നമ്മൾ എന്തിനാണ് അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസ് ചെയ്യണേ? നമ്മൾ ഉദ്ദേശിച്ച ആ റെസ്ട്രിക്ഷൻ എൻസൈം നമ്മൾ പ്യൂരിഫൈ ചെയ്തെടുത്ത DNA ഡൈജസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസ് ചെയ്യുന്നത്. അങ്ങനെ ആ ജെൽ ഇലക്ട്രോഫോറസിലൂടെ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും DNA ഫ്രാഗ്മെൻറ്റുകളായിട്ടുണ്ട്. ഈ റെസ്ട്രിക്ഷൻ എൻസൈം ആ DNAയുടെ സ്പെസിഫിക് പൊസിഷനിൽ പോയിട്ട് കട്ട് ചെയ്ത് ചെറിയ ചെറിയ അല്ലെങ്കിൽ വലിയ വലിയ പല പല ഫ്രാഗ്മെൻറ്റുകൾ DNAയുടെ കിട്ടിയെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. സോ റിപ്പീറ്റ് ദിസ് വിത്ത് വെക്റ്റർ DNA. സോ നമ്മൾ ഏത് DNAനെയാണോ ഐസൊലേറ്റ് ചെയ്തത്, ആ റെസ്ട്രിക്ഷൻ എൻസൈം ഏത് വെച്ചിട്ടാണോ കട്ട് ചെയ്തത്, അത് തന്നെ നമ്മൾ വെക്റ്റർ DNAനെയും ഇതേ പ്രൊസീജിയറിലൂടെ കടന്നു പോകും. സോ നമ്മൾ ഒരു ഓർഗാനിസത്തിൽ നിന്ന് വെക്റ്റർ DNA ഐസൊലേറ്റ് ചെയ്യുന്നു. ആ വെക്റ്റർ DNA ഐസൊലേറ്റ് ചെയ്തതിന് ശേഷം അതിനെയും റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് ഡൈജസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ അതിനെയും അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിലൂടെ റൺ ചെയ്ത് അതിൻ്റെയും ഫ്രാഗ്മെൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. സോ നമുക്ക് ജീൻ ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ഫ്രാഗ്മെൻറ്റുകളും കിട്ടി, വെക്റ്റർ DNAയുടെ ഫ്രാഗ്മെൻറ്റുകൾ കിട്ടി. ഈ രണ്ട് ഫ്രാഗ്മെൻറ്റുകളും കിട്ടുന്നത് നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് കട്ട് ചെയ്യുമ്പോഴാണ്. ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മൾ എടുക്കുന്ന ജീൻ ഓഫ് ഇൻട്രസ്റ്റിൻ്റെയും വെക്റ്റർ DNAനെയും ഒരേ റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് തന്നെ കട്ട് ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമേ നമ്മൾ മുമ്പ് പറഞ്ഞ സ്റ്റിക്കി എൻഡ് കിട്ടുള്ളൂ. ആ സ്റ്റിക്കി എൻഡ് കിട്ടിയാൽ മാത്രമേ നമുക്ക് രണ്ടുപേരെയും ലൈഗേസ് എൻസൈം വെച്ച് ജോയിൻ ചെയ്ത് ഒരു റീകോംബിനന്റ് DNA ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. സോ ഇതേ പ്രൊസീജിയർ നമ്മൾ വെക്റ്റർ DNA വെച്ചും പ്രൊസീഡ് ചെയ്യുന്നതാണ്. അതിനുശേഷം കട്ട് ദ സോഴ്സ് DNA, നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ സോഴ്സ് ഓഫ് DNA അല്ലെങ്കിൽ DNA ഫ്രാഗ്മെൻറ്റും നമ്മൾ കട്ട് ചെയ്തെടുത്ത വെക്റ്റർ DNA ഇതേ പ്രൊസീജിയറിലൂടെ കടന്നുപോയ വെക്റ്റർ DNAനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? മിക്സ് ചെയ്യുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ എൻസൈം ലൈഗേസ്. സോ അവരെ തമ്മിൽ യോജിപ്പിക്കുന്നു. ലൈഗേസ് എൻസൈം വെച്ചിട്ട് ഈ കട്ട് ചെയ്തെടുത്ത സോഴ്സ് DNA അല്ലെങ്കിൽ ജീൻ ഓഫ് ഇൻട്രസ്റ്റ്, നമ്മൾ കട്ട് ചെയ്തെടുത്ത വെക്റ്റർ DNAനെയും കൂടി ലൈഗേസ് എൻസൈമിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ജോയിൻ ചെയ്യിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? സോ വി ആർ പ്രിപ്പയറിങ് എ റീകോംബിനന്റ് DNA. ഇപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണുള്ളത്? ഒരു റീകോംബിനന്റ് DNA ആണുള്ളത്. സോ ഒരു റീകോംബിനന്റ് DNA പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു
ജീൻ അല്ലെങ്കിൽ DNA നമ്മളൊരു ഓർഗാനിസത്തിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യണം. ആ ഐസൊലേറ്റ് ചെയ്ത ആ പ്യൂരിഫൈഡ് DNA സ്പെസിഫിക് ആയുള്ള റെസ്ട്രിക്ഷൻ എൻസൈം അതിനാവശ്യമുള്ള ഒപ്റ്റിമൽ കണ്ടീഷൻസ് കൊടുത്തുകൊണ്ട് ഡൈജസ്റ്റ് ചെയ്യാൻ അനുവദിക്കണം. സോ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെയും വെക്റ്റർ DNA-നും ഒരേ റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് കട്ട് ചെയ്തിട്ട് ഇത് രണ്ടുപേരും സോഴ്സ് DNA-നും വെക്റ്റർ DNA ഫ്രാഗ്മെൻറ്റിനെയും നമ്മൾ DNA ലൈഗേസ് വെച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു റീകോമ്പിനൻറ്റ് DNA കിട്ടുന്നതായിരിക്കും.